മധ്യപ്രദേശിലും ഗുജറാത്തിലും ട്രെയിൻ അട്ടിമറി ശ്രമങ്ങളിലെ പ്രതികൾ അറസ്റ്റിൽ. 2 കേസുകളിലും അറസ്റ്റിലായത് റെയിൽവേ ജീവനക്കാർ തന്നെയാണ്. അതേസമയം പശ്ചിമബംഗാളിലെ അലിപൂർദ്വാറിൽ ഗുഡ്സ് ട്രെയിനിന്റെ 5 വാഗണുകൾ പാളം തെറ്റി. സംഭവത്തിലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ രാജ്യത്ത് 10ഓളം ട്രെയിൻ അട്ടിമറി ശ്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇക്കൂട്ടത്തിൽ മധ്യപ്രദേശിലും ഗുജറാത്തിലുമുണ്ടായ അട്ടിമറി ശ്രമങ്ങളിലാണ് പ്രതികൾ പിടിയിലായത്. മധ്യപ്രദേശിലെ രത്ലത്തിൽ കേരളത്തിലേക്കുള്ള സൈനിക ട്രെയിനിന് നേരെയുണ്ടായ സ്ഫോടനത്തിൽ ട്രാക്ക് പട്രോളിംഗ് സ്റ്റാഫ് സാബിറിനെ അറസ്റ്റ് ചെയ്തു. റെയിൽവേയുടെ ഡിറ്റനേറ്ററുകൾ മോഷ്ടിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തു. കരസേനയുടെ അന്വേഷണ വിഭാഗവും ഇയാളെ ചോദ്യം ചെയ്യും. ഗുജറാത്തിലെ സൂറത്തിൽ ഫിഷ് പ്ലേറ്റുകൾ ഇളക്കി ട്രെയിൻ പാളം തെറ്റിക്കാൻ ഗൂഢാലോചന നടത്തിയ സംഭവത്തിൽ സുഭാഷ്, മനീഷ്, ശുഭം എന്നീ 3 റെയിൽവേ ജീവനക്കാരാണ് അറസ്റ്റിലായത്. പ്രശസ്തി നേടുന്നതിനും രാത്രി പട്രോളിംഗ് തുടരുന്നതിനും വേണ്ടിയാണ് ഫിഷ് പ്ലേറ്റുകൾ ഇളക്കിയതെന്നാണ് ഇവരുടെ കുറ്റസമ്മത മൊഴി. പശ്ചിമ ബംഗാളിലെ അലിപൂർദ്വാർ ഡിവിഷനിലെ ന്യൂ മേനാഗുരി സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിനിന്റെ 5 വാഗണുകൾ പാളം തെറ്റി. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. റൂട്ടുകൾ തിരിച്ചുവിട്ടതിനാൽ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് റെയിൽവേ അറിയിച്ചു. 24 ഡൽഹി.